സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ ഏറ്റവും അധികം ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായത് CPM-നകത്താണ്. സാധാരണ കോൺഗ്രസിനകത്താണ് സംഘടനാപരമായിട്ട് ആന്തരികമായ സംഘർഷങ്ങള്, ഗ്രൂപ്പ് വഴക്കുകളൊക്കെ തന്നെ ഉണ്ടാവുന്നത്. പക്ഷെ ഇപ്പോ കഴിഞ്ഞ 10 വർഷമായിട്ട് സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന CPM-ന്റെ പാർട്ടിക്കകത്ത് തന്നെയാണ് ഏറ്റവും വലിയ തമ്മിൽ കുത്ത് ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൽ, അതായത് 2016 മുതൽ 21 വരെ ഉണ്ടായിരുന്ന സർക്കാരിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന G. സുധാകരൻ, അദ്ദേഹം പിണറായി വിജയനോടൊപ്പം തന്നെ പോകുന്ന ഒരു നേതാവാണ്. 1970-ൽ SFI രൂപീകരിക്കുന്ന സമയത്ത് അതിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു G. സുധാകരൻ. ആലപ്പുഴയിലെ പ്രമുഖനായ നേതാവാണ് അദ്ദേഹം. ദീർഘകാലം, അതായത് എത്രയോ പാർട്ടി, 10ഓളം പാർട്ടി കോൺഗ്രസുകളിൽ പങ്കെടുത്ത, വർഷങ്ങളായിട്ട് പാർട്ടിയിൽ, 50 വർഷത്തിലധികമായിട്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് G. സുധാകരൻ. അങ്ങനെയുള്ള G. സുധാകരൻ പാർട്ടി വിടുകയാണ് ചെയ്യുന്നത്. കുറെ കാലം അദ്ദേഹം പാർട്ടിയോട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പ്രകടിപ്പിക്കും, അതേ സമയത്ത് പാർട്ടിയുടെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ പരസ്യമായിട്ട് അദ്ദേഹം പാർട്ടിയിൽ നിന്നും മാറുന്നു. അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കുന്നു. UDF അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. അദ്ദേഹം മത്സരിക്കുന്നത് അമ്പലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളാണ് G. സുധാകരൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അഴിമതിയുടെ കറപുരളാത്തൊരു നേതാവ്. മറ്റൊരാൾ P. K. ശശിയാണ്. P. K. ശശി എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ആരോപണങ്ങൾ നേരിട്ട ഒരു CPM MLA ആണ്. പക്ഷെ അദ്ദേഹത്തെ പിന്നെ ബോർഡ് ചെയർമാനൊക്കെ ആക്കി. ആ MLA ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത്, അദ്ദേഹത്തിന് ലൈംഗിക ആരോപണം ഉയർന്ന സമയത്ത്, അല്ലെങ്കിൽ സ്ത്രീപീഡന ആരോപണം ഉയർന്ന സമയത്ത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനാണ്, അദ്ദേഹത്തെ ന്യായീകരിക്കാണ് പാർട്ടി നേതൃത്വം ശ്രമിച്ചത്. PK ശ്രീമതി AK ബാലനൊക്കെ ഉൾപ്പെടെയുള്ള ആ കമ്മീഷൻ, അപ്പൊ അതിന്റെ ഒരു തീവ്രത കുറവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ അദ്ദേഹവും പാർട്ടിയിൽ നിന്ന് തെറ്റിയിരിക്കുന്നു. അദ്ദേഹം ഒറ്റപ്പാലത്ത് നിയമസഭയിലേക്ക് മത്സരിക്കാണ്. അദ്ദേഹത്തിനും UDF-ന്റെ പിന്തുണയും. ഇതോടൊപ്പം തന്നെ മറ്റ് 2 പ്രമുഖ നേതാക്കൾ, ഈ അടുത്ത് പാർട്ടി വിട്ട 2 പ്രമുഖ നേതാക്കൾ, അവർ ഉയർത്തിവിട്ടിരിക്കുന്ന ചോദ്യങ്ങൾ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. ഒന്ന്, ഗോവിന്ദൻ തളിപ്പറമ്പിലെ നേതാവാണ്. തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ, വിവാദ നായികയായിട്ടുള്ള ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരായിട്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത്. അപ്പൊ അദ്ദേഹം ഇപ്പൊ അവിടെ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നു. അദ്ദേഹത്തെ UDF പിന്തുണയ്ക്കുന്നുണ്ട്. CPM-ന്റെ ഒരു ഉറച്ച കോട്ടയാണ് തളിപ്പറമ്പ്. അതേസമയത്ത് ഗോവിന്ദനാണെങ്കിൽ, ഈ TK ഗോവിന്ദനും വളരെ കാലമായിട്ട് 10-60 വർഷമായിട്ട് പാർട്ടിയുടെ ഭാരവാഹിയാണ്. കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ ഒരു മുഖം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു നേതാവാണ് ഗോവിന്ദൻ. അദ്ദേഹവും പാർട്ടിക്കെതിരെ മത്സരിക്കുന്നു. മറ്റൊരാളാണ് കുഞ്ഞികൃഷ്ണൻ. ആ കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്നത് പയ്യന്നൂരിലെ പാർട്ടിയുടെ അഴിമതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. കാരണം രക്തസാക്ഷികളുടെ പേരിൽ ഫണ്ട് പിരിക്കുന്നു, പാർട്ടി ഓഫീസ് ഉണ്ടാക്കുന്നു, അതിൽ കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് നടക്കുന്നു. ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും ഒടുവിൽ നടത്തിയ ആരോപണം 70 ലക്ഷം രൂപയാണ് സഹകരണ ജീവനക്കാരന് പിരിച്ചെടുത്തത്. അതിന്റെ യാതൊരു കണക്കുമില്ല. പാർട്ടി നേതാക്കൾ പറയുന്നത് ഞങ്ങൾക്ക് എന്നേക്കുമായിട്ട് ഈ രേഖകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയും. നമ്മൾ പറയും നമുക്ക് തിരിച്ചു കിട്ടാനാവാത്ത വിധത്തിൽ ആ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതേപോലെയാണ് CPM-ന്റെ വരവ് ചെലവ് കണക്കുകളൊക്കെ തിരിച്ചു കിട്ടാനാവാത്ത വിധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏരിയ കമ്മിറ്റി അംഗങ്ങളൊക്കെ പറയുന്നത്. ആ ഒരു കാര്യമാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അങ്ങനെ പാർട്ടി മുഴുവൻ അദ്ദേഹത്തിന്റെ കൂടെയാണ് ആളുകളൊക്കെ ഉള്ളത്. അവരൊന്നും പരസ്യമായി രംഗത്ത് വരുന്നില്ലെങ്കിലും അവരുടെയൊക്കെ സപ്പോർട്ട് ഗോവിന്ദന്റെയും കുഞ്ഞികൃഷ്ണന്റെയും കൂടെയാണ്. കാരണം അവര് പാർട്ടിയിലെ മോശമായ പ്രവണതകൾക്കെതിരായിട്ടാണ് അവര് ഫൈറ്റ് ചെയ്യുന്നത്. അവർ ഓപ്പണായിട്ട് രംഗത്ത് വന്നു എന്ന് മാത്രം. പാർട്ടിക്കകത്തുള്ള ആളുകളൊക്കെ തന്നെ മാനസികമായിട്ട് അവരെ പിന്തുണയ്ക്കുന്ന ആളുകളാണ്. പല CPM-കാരും പറയുന്നത് CPM ഒന്ന് തോറ്റു കിട്ടിയാൽ മാത്രമേ ഈ പാർട്ടി രക്ഷപ്പെടൂ, അല്ലെങ്കിൽ ബംഗാളിലും ത്രിപുരയിലൊക്കെ സംഭവിച്ചതുപോലെ CPM ഇല്ലാതാവുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പാർട്ടിക്കകത്ത് തന്നെ വലിയ എതിർപ്പാണ് നേരിടുന്നത്. ഇത്രയധികം ആഭ്യന്തര സംഘർഷങ്ങൾ CPM നേരിട്ടൊരു സമയമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. നേരത്തെയൊക്കെ MV രാഘവന്റെ നേതൃത്വത്തിലൊക്കെ തന്നെ ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവര് CMP രൂപീകരിച്ച് പുറത്തേക്ക് വന്നിരുന്നു. വടകരയിൽ TP ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനേക്കാളൊക്കെ ഓരോ സ്ഥലത്തു നിന്നും, അപ്പൊ ഇതൊരു കേന്ദ്രീകരിച്ചതല്ല, ഓരോ സ്ഥലത്തും ആ പാർട്ടിയുടെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും ഒക്കെ എതിരായിട്ട്, പാർട്ടി നേതാക്കളുടെ പ്രവർത്തന ശൈലിക്കെതിരായിട്ടാണ് ഈ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ രംഗത്ത് വരുന്നത്. ഇപ്പൊ ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ക്ഷീണം
അവർക്ക് ഉണ്ടാക്കുന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ജി സുധാകരൻ ആലപ്പുഴയിലൊക്കെ അദ്ദേഹം ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം സി പി എമ്മിന്റെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ഒരാൾ, ദീർഘകാലം മന്ത്രിയായിരുന്ന ഒരാൾ, ദീർഘകാലം MLA ആയിരുന്ന ഒരാൾ, ആ MLA ആയിരുന്ന ആൾ, MP ആയിരുന്ന ആൾ സ്വതന്ത്രമായി മത്സരിച്ച് പാർട്ടിയെ തോൽപ്പിക്കുക, അതും ആലപ്പുഴ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടകളിൽ ഒന്നാണ്. കണ്ണൂരും ആലപ്പുഴയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ കോട്ട. അങ്ങനെ ആലപ്പുഴയിലെ അമ്പലപ്പുഴയിൽ മത്സരിച്ച് പാർട്ടി അവിടെ തോൽക്കുകയാണെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ക്ഷീണമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ പാർട്ടി നേതൃത്വത്തിനെതിരായിട്ട് തന്നെ അണികൾ അല്ലെങ്കിൽ പാർട്ടിക്കകത്തുള്ള ആളുകൾ തന്നെ ഒരു പോരാടുന്നൊരു ലക്ഷണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുമ്പൊന്നും പാർട്ടിക്കെതിരെ ആരും ശബ്ദിക്കാൻ ഉണ്ടായിരുന്നില്ല. അവരൊക്കെ തന്നെ നിശബ്ദരാകുകയായിരുന്നു ചെയ്തിരുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ആ അഭിപ്രായ വ്യത്യാസം പറയുകയാണെങ്കിൽ, പുറത്ത് പ്രകടിപ്പിക്കുകയാണെങ്കിൽ അവരെന്നേക്കുമായി ഇല്ലാതായി പോവുകയായിരുന്നു ചെയ്തത്. ഇപ്പോഴും നമുക്കറിയാൻ പറ്റില്ല എന്താണ് കുഞ്ഞികൃഷ്ണൻ സംഭവിക്കാൻ പോകുന്നത്, എന്താണ് ഗോവിന്ദന് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ആലപ്പുഴയിൽ സുധാകരൻ ജയിക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വതന്ത്രരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിന്റെ ആ ഒരു മേധാവിത്വത്തിനെതിരായിട്ട് അല്ലെങ്കിൽ തെറ്റായ നടപടികൾക്കെതിരായിട്ട്, അഴിമതിക്കെതിരായിട്ട് പോരാടുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ആളുകൾ, അവര് ഒരുപക്ഷെ ജീവൻ പണയം വെച്ചുള്ള ഒരു കളിയായിരിക്കാം അവർ കളിക്കുന്നത്. പക്ഷെ എന്തു തന്നെയായാലും അത് പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോഴേക്കും ഈ വിമതന്മാരിൽ, അതായത് മറ്റൊരാൾ കൂടിയുണ്ട്, ഇടുക്കിയിൽ നിന്നുള്ള രാജേന്ദ്രൻ, അദ്ദേഹവും പാർട്ടി നേതൃത്വത്തിന് നേരത്തെയൊക്കെ അസംബ്ലിക്കകത്ത് വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്ന, പാർട്ടിക്ക് വേണ്ടി ശബ്ദിച്ചിരുന്ന ഒരു നേതാവാണ് രാജേന്ദ്രൻ. അദ്ദേഹം പാർട്ടി നേതൃത്വത്തിനെതിരെ രംഗത്ത് വരുന്നു. ഇപ്പൊ അദ്ദേഹം BJP-യിൽ ചേർന്നിരിക്കുന്നു. അപ്പൊ BJP-യെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയിൽ അത്ര വലിയൊരു സ്വാധീനമൊന്നും BJP-ക്കില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജയിക്കാൻ കഴിയുമോ എന്ന് അറിയില്ല. പക്ഷെ അദ്ദേഹം തോട്ടം തൊഴിലാളികളുടെയൊക്കെ നല്ല സ്വാധീനമുള്ള ഒരു നേതാവാണ്. അതേപോലെ തന്നെ മറ്റൊരാളാണ് അജിത് കുമാർ. അജിത്ത് CPM-ൽ നിന്നല്ല, മറിച്ച് CPI വൈക്കത്തെ MLA ആയിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെയാണ് CPI-യിലെ മറ്റൊരു നേതാവ് കൂടി, നാട്ടികയിലെ MLA കൂടെ ആ പാർട്ടി നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിട്ട് അങ്ങനെ CPM CPI പാർട്ടികളുടെ അകത്തുനിന്ന് തന്നെയുള്ള ഒരു വിമത ശല്യം, ആ വിമതന്മാർ അതിജീവിക്കാൻ, വിമതർക്ക് പാർട്ടി അതിജീവിക്കാൻ കഴിയുമോ, അല്ല വിമതർ സ്വയമാവ ഇല്ലാതായി പോകുമോ എന്നുള്ളൊരു വിഷയം, ആ വിഷയം മെയ് 4-ന്, അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. പക്ഷെ ഇനി അഥവാ തോറ്റാൽ പോലും അവരിൽ പലരും പോരാടാൻ തയ്യാറായിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ആരും അവർ തിരിച്ച് പാർട്ടിയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്.